നമ്മുടെ കുമ്പളയിൽ പുതുതായി ഒരു ടോൾ പ്ലാസ കൂടി വരുന്നുണ്ട്. താൽക്കാലിക ടോൾ പ്ലാസയാണ് വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് ചാലിങ്കാലിലാണ്. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലാണ് വരുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് ആറുവരിപ്പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് ആറുവരിപ്പാതയിൽ ബാക്കിയുള്ളത്. കൂടുതൽ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം, ലൈറ്റിങ്ങിൻ്റെ വർക്ക്, പെയിൻറ്റിങ് വർക്കൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ കുമ്പള പാലത്തിൻ്റെ ഇടയിലും ആരിക്കാടി കോട്ടയ്ക്കും ഇടയിലായിട്ടാണ് ഇവിടെ ടോൾ പ്ലാസ വരുന്നത്. താൽക്കാലിക ടോൾ പ്ലാസയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്, മാർക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ 3, മറു സൈഡിൽ 3, ടോട്ടൽ 3 6 അനുപാതത്തിലാണ് ടോൾ പ്ലാസ വരുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ചാലിങ്കാലിലാണ് ടോൾ പ്ലാസ വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലാണത്. അപ്പോൾ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ ചെങ്കള നീലേശ്വരം റീച്ചിലെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 1.5 വർഷത്തോളം സമയമെടുക്കും. അപ്പോൾ ഇവിടെ ആറുവരിപ്പാതയിൽ ടാറിങ് കഴിഞ്ഞതിലാണ് ഇവരിവിടെ ടോൾ പ്ലാസ താൽക്കാലികമായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസിലും ടോൾ പ്ലാസ, താൽക്കാലിക ടോൾ പ്ലാസയുണ്ട്. അവിടെ കല്യാശ്ശേരിയിലാണ് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുമ്പളയിൽ ഇന്നലെ രാത്രി യൂത്ത് ലീഗ് പ്രവർത്തകർ വന്ന് നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞിരുന്നു. അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് MLAയുടെയും പോലീസിൻ്റെയും നമ്മുടെ യൂരാലുങ്കൽ സൊസൈറ്റിയുടെ മധ്യസ്ഥയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ റിസൾട്ട് സക്സസ് ആയില്ല എന്നാണ് കിട്ടിയ വിവരം. അറിയുന്നവരൊന്ന് പറയണേ. എന്തായാലും നമ്മുടെ കുമ്പളയിൽ നിന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ തലപ്പാടി ടോൾ പ്ലാസയുടെ അടുത്തേക്ക്. അപ്പോൾ തൊട്ടടുത്തായി തന്നെ 2 ടോൾ പ്ലാസ വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നമ്മുടെ കുമ്പള ടോൾ പ്ലാസ വരുന്നത് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഒറ്റത്തൂണിലുള്ള ആറുവരിപ്പാലം പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ഗേർഡിലുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒറ്റത്തൂണുള്ള ആറുവരിപ്പാലമാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നത്. നിലവിലിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത്, നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ വർക്ക് പൂർണ്ണമായിട്ടും ആറുവരിപ്പാതയിൽ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ ആദ്യത്തെ റീച്ചായി നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ച് ULCCയുടെ റീച്ച് മാറിയിരിക്കുകയാണ്. എന്താ വ്യൂ അല്ലേ! പൂർണ്ണമായിട്ടും ലൈറ്റിംഗ് ഒക്കെ തെളിഞ്ഞാൽ ഒരു കിടിലൻ കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ അടുക്കത്ത് ബയൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് 2 ഭാഗത്തോട്ടും മെർജിങ് പോയിന്റ് വരുന്നത്. നമ്മളെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് ആദ്യത്തെ ആറുവരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മംഗലാപുരം ഭാഗത്തുനിന്ന് വരുമ്പോൾ കാസർഗോഡ് ടൗണിലോട്ട് പോകേണ്ടവർ ഇവിടെ നിന്നും ആറുവരിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലോട്ട് എക്സിറ്റ് അടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഒരാൾ നമ്മുടെ കറന്തക്കാട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൽ ഉണ്ടാകുമ്പോൾ മേൽപ്പാലത്തിന് മുകളിൽ വന്നിട്ട് പെട്ടുപോയി. നമ്മുടെ അടുക്കത്ത് ബയൽ കഴിഞ്ഞ് 2 ഭാഗത്തായിട്ടും നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ നേരെ ഏരിയാൽ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു MNB വരുന്നുണ്ട്. MNBൻ്റെ ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുണ്ട്.
നമ്മൾ ഈ കാണുന്ന ഏരിയൽ ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ടാണ് വർക്ക് നടന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ടും ഇവർ നല്ല ഫാസ്റ്റിലാണ് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നടപ്പാതയുടെ നിർമ്മാണമാണ് ഈ ഭാഗത്തൊക്കെ ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഏരിയയിലും സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കാറ്റിൽ അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത്. ഈ സർവീസ് റോഡിലൊക്കെ വാഹനങ്ങൾ 100 സ്പീഡിലൊക്കെ പോവുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ വർക്കുകൾ നടക്കുകയാണ്. ഇപ്പോൾ സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ 6 വരി പാതയിലൊക്കെ വാഹനങ്ങൾ 100-ന് മുകളിൽ ഓടിപ്പോവുകയാണ്. സർവീസ് റോഡിലൊന്നും പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയൊക്കെ വയറുകൾ റോഡ് കിടക്കുകയാണ്. ഇപ്പോൾ ബൈക്കിൽ സ്പീഡ് പോകുന്നവർ സൂക്ഷിക്കുക. പലയിടങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബൈക്ക് മാത്രമല്ല, കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നായ്മാറ മൂലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്പീഡാണ്. കൂടാതെ എൻട്രി എക്സിറ്റിൻ്റെ ഭാഗത്തൊക്കെ വാഹനങ്ങൾ നോക്കാണ്ട്, 2 ഭാഗത്തോട്ട് നോക്കാണ്ടാണ് വാഹനങ്ങൾ എടുക്കാറുള്ളത്. കൂടാതെ ഈ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് വിസിബിലിറ്റി കുറവാണ്. പല വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല ഏരിയയിലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചൗക്കി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ CPCRI ഭാഗത്ത് എത്തിയിട്ടുണ്ട്. CPCRI നമ്മുടെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് എക്സിറ്റ് വരുന്ന ഒരു മെർജിംഗ് പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. നമ്മളെ കാസർഗോഡ് മേൽപ്പാലത്തിന് മുകളിൽ കയറിയ പിന്നെ എക്സിറ്റ് വരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നും നമ്മുടെ ചൗക്കി അണ്ടർ പാസേജ് ടേൺ അടിച്ചിട്ട് വീണ്ടും ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൗക്കി അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മുടെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നത് കല്ലങ്കൈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ആ കൈവരി മുകളിലുള്ള ഭാഗം വലിയ അപകടങ്ങൾ വിളിച്ചോതുന്ന ഒരു നിർമ്മിതിയാണ്. എന്തായാലും ആ ഭാഗത്ത് ഷീറ്റ് കൊണ്ടോ അല്ല നെറ്റ് കൊണ്ടോ മറിച്ചില്ലെങ്കിൽ കുട്ടികളൊക്കെ ആ ഭാഗത്ത് മുറിച്ച് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു ഇതിനെ കുറിച്ച്. എന്തായാലും ഇവിടെയാണൊരു മെർജിംഗ് പോയിൻ്റ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് എൻട്രി വരുന്നത് നമ്മുടെ 6 വരി പാതയിലോട്ട്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണമൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ കാണുന്ന വലതുവശത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ ULCCയുടെ ഈ സർവീസ് റോഡ് കണ്ട എന്താ ഫിനിഷിങ്. കൂടാതെ ഈ ഡ്രെയിനേജും നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ മലപ്പുറം ജില്ലയിൽ വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് അത്ര ഫിനിഷിംഗ് അല്ല. ഒന്ന് പൊന്തി ഒന്ന് താഴ്ന്നിട്ടാണ് ഡ്രെയിനേജ് പല ഭാഗങ്ങളിലും ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകളൊന്നും അത്ര ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് വർക്കൊക്കെ ആ ഭാഗത്തായിട്ട് ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് പലയിടത്തും ബാക്കിയുണ്ട്. നമ്മുടെ ULCCയുടെ റീച്ചിലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കും പലയിടങ്ങളിലും ബാക്കിയുണ്ട്. നമ്മുടെ മൊഗ്രാൽ പുത്തൂർ ടൗണിലോട്ടുള്ള എക്സിറ്റാണ്. നമ്മുടെ 6 വരി പാതയും സർവീസ് റോഡിലുള്ള എക്സിറ്റ് പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. അപ്പോൾ എൻട്രി എക്സിറ്റിൻ്റെ ഭാഗത്തൊന്നും മാർക്കിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. 6 വരി പാതയിൽ ഈ ഭാഗത്തൊക്കെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊഗ്രാൽ പുത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത്. മൊഗ്രാൽ പുത്തൂർ ഭാഗത്ത് അവസാനമായിട്ടാണ് ഇവിടെ ഫൈനൽ ടാറിംഗ് പ്രവൃത്തികൾ നടന്നത്. നമ്മളെ മൊഗ്രാൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് തകൃതിയിലാണ് ഇവർ നടത്തിയിട്ടുള്ളത് കേട്ടോ. ഈ ഇടത് ഭാഗത്ത് ഭാഗത്തുള്ള ഈ 3 വരി പാതയുടെ നിർമ്മാണമാണ് ആദ്യം ഇവർ നടത്തിയത്. എന്തായാലും ഈ ഭാഗത്തിന് സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട്.
ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്കും ബാക്കിയുണ്ട് കേട്ടോ. ലൈറ്റിങ്ങിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. 6 വരി പാതയിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ മൊഗ്രാൽ ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റ് വലതുഭാഗത്തായിട്ട് കാണുന്നത്. ഇടതുഭാഗത്തായിട്ട് മൊഗ്രാൽ പുത്തൂരിൽ നിന്നും 6 വരി പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് കാണുന്നത്. മൊഗ്രാൽ അപ്രോച്ച് റോഡ് ഈ പാലത്തിൻ്റെ ഭാഗങ്ങളിലായിട്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കുന്നത്, കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത്. അപ്പോൾ മൊഗ്രാലിൽ പുതുതായി നിർമ്മിച്ച 3 വരി പാലയും പഴയ പാലത്തിൽ കൂടിയാണ് ട്രാഫിക് പോകുന്നത്. നമ്മുടെ ഈ 6 വരി പാതയിൽ നിന്ന് പെട്ടെന്ന് ഈ 2 വരി പാതയിലോട്ട് വരുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഉപ്പളയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇവിടെ അറിയാൻ കഴിയില്ല. എന്തായാലും ഇവിടെയൊക്കെ ഇവർ സൂചനാ ബോർഡ് സ്ഥാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കട്ടോ. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ നിന്നാണ് നേരത്തെ നമ്മുടെ മൊഗ്രാൽ ടൗണിലോട്ടുള്ള ഒരു സർവീസ് റോഡ് പോയിക്കൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൊഗ്രാൽ ടൗണിലോട്ടുള്ള എക്സിറ്റ് വരുന്നത് നമ്മുടെ മൊഗ്രാൽ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് കേട്ടോ. എന്തായാലും ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടക്കുന്നത്. കൂടാതെ ഇടതുഭാഗങ്ങളിലായിട്ട് 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ, ഫൈനൽ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളെ മംഗലാപുരം ഭാഗത്തുനിന്ന് നമ്മുടെ മൊഗ്രാൽ ടൗൺ കഴിഞ്ഞ് വലതുഭാഗത്താണ് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നത്. കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ മൊഗ്രാൽ ടൗണിലോട്ട് നമ്മളെ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് എക്സിറ്റ് വരുന്നത് ഇടതുഭാഗത്തായിട്ട് ഈ കാണുന്ന സ്ഥലത്ത് കൂടിയാണ് കേട്ടോ. നിലവിലിപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തോട്ടും ഇവിടെ ഡിവൈഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോവുകയാണ്. നമ്മുടെ മൊഗ്രാൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തായിട്ട് ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് ഈ വിടവ് നികത്താൻ ബാക്കിയുണ്ട്, വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ മൊഗ്രാൽ ടൗൺ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ മൊഗ്രാൽ അണ്ടർപാസിൻ്റെ താഴെയായിട്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ടാറിംഗ് പ്രവൃത്തികളും നടക്കാൻ ബാക്കിയുണ്ട്. നമ്മുടെ മൊഗ്രാൽ ടൗൺ കഴിഞ്ഞ് ഡ്രെയിനേജാണ് കേട്ടോ ഇവിടെ വരുന്നത്. അത് നെറ്റടിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് വർക്കാണ് റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു ലോക്കൽ റോഡും കൂടി ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളെ മൊഗ്രാൽ ടൗൺ കഴിഞ്ഞ് മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു മെർജിങ് പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ മൊഗ്രാൽ ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള, സർവീസ് റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് വലത് ഭാഗത്തായിട്ട് കാണുന്നത്. നമ്മൾ പേർവാട് ഭാഗത്ത് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. നേരത്തെ ഈ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഈ വർക്ക്. നിലവിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. താഴെയായിട്ട് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. സാധന സാമഗ്രികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പേർവാട് കഴിഞ്ഞ് നേരെ കുമ്പള ഭാഗത്തോട്ട് പോകുമ്പോൾ വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന വലത് ഭാഗങ്ങളായിട്ട്
നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. നമ്മുടെ ULCCയുടെ ഓഫീസാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. നമ്മുടെ കുമ്പള ടൗണിലോട്ടുള്ള എക്സിറ്റ് പോയിൻ്റാണ് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ, മെർജിങ് പോയിൻ്റ്. നമ്മളെ കുമ്പള കഴിഞ്ഞ് നമ്മളെ കാസർഗോഡ് ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ആറുവരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ളൊരു മെർജിങ് പോയിൻ്റാണ് നമ്മൾ ഈ വലത് ഭാഗത്തായിട്ട് കാണുന്നത്. പൂർണ്ണമായിട്ടും മാർക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. വാഹനങ്ങളൊക്കെ ഇരുവശത്തോട്ടും ഇതിൽ കൂടി കടന്നു പോവുകയാണ്. കൂടാതെ നമ്മളെ കുമ്പള മേൽപ്പാലം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന ഇടത് ഭാഗത്തുള്ള മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്ന മൂന്നരിപ്പാതയിലാണ് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത്. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് നിലവിലിപ്പോൾ വെള്ളമടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. കൂടാതെ നമ്മുടെ കുമ്പളയിൽ വരുന്ന അണ്ടർപാസിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് നിലവിലിപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുകയാണ്. അണ്ടർപാസിൻ്റെ താഴെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണം തകൃതിയിൽ നടക്കുകയാണ്. ആളുകൾക്ക് ഈ നടപ്പാതയുടെ താഴെയായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വീതി കൂടിയ നടപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. നമ്മുടെ കുമ്പള അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മളെ കുമ്പള ടൗണിലോട്ട് എത്തുമ്പോൾ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട്. നിലവിലിപ്പോൾ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് തകൃതിയിൽ നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മുകളിലായിട്ട് ഇപ്പോൾ ആറുവരിപ്പാത പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന കുമ്പള ടൗണിലോട്ടുള്ള ജംഗ്ഷൻ ഇവിടെയാണ്. ഈ സർവീസ് റോഡ് കൂടി മംഗലാപുരത്തും ഭാഗത്തുനിന്ന് വന്നിട്ട് കുമ്പള ടൗണിലോട്ട് എക്സിറ്റ് ആണ്. കൂടാതെ ഒരു മെർജിങ് പോയിന്റ് കൂടിയുണ്ട് കാസർഗോഡ് ടൗണിലോട്ട്, നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് ആറുവരിപ്പാതയിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് ബസ്സുകൾ നമ്മളെ അണ്ടർ പാസേജ് ഉപയോഗിച്ച് വേണം ഈ കുമ്പള ടൗണിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനും കൂടിയാണ് ഇപ്പോൾ കുമ്പള. എന്തായാലും ഇവിടെ ഒരു മെർജിങ് പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് നമ്മളെ മംഗലാപുരം ഭാഗത്തോട്ട് കാണുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് ഇതുവരെയാണ് കേട്ടോ, പൂർണ്ണമായിട്ടില്ല. നമ്മളെ കുമ്പള പാലം വരെയാണ്, തൊട്ട് മുമ്പ് വരെയാണ് വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡുള്ളത്. കുമ്പള ടൗണിലോട്ട് ഈ പാലം കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡ് കൂടി എക്സിറ്റ് അടിച്ച് വേണം പോകാൻ വേണ്ടി. നമ്മുടെ കാസർഗോട്ടെ ആദ്യത്തെ റീച്ചിൽ കുമ്പളയിൽ മാത്രമാണ് കേട്ടോ പുതുതായിട്ട് രണ്ട് ഭാഗത്തായിട്ടും ആറുവരി പാലം നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും ഒരു സൈഡ് 3 വരിപ്പാതയും ബാക്കിയുള്ള ഭാഗത്ത് 2 വരിപ്പാതയാണ്. ഇപ്പോൾ നമ്മളെ ഉപ്പള ഭാഗത്തൊക്കെ വലിയ അപകടങ്ങളൊക്കെ നടന്ന ഏരിയയും കൂടിയാണ്. നിലവിലിപ്പോൾ കുമ്പളയിൽ ഒരു ഭാഗത്ത് പാലം ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ കുമ്പള പാലം കഴിഞ്ഞ് നമ്മളെ ആരിക്കാടി കോട്ട എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് നിലവിലിപ്പോൾ ടോൾ പ്ലാസ വരുന്നത്. അതിൻ്റെ മാർക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ചർച്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഊരാലിങ്കൽ സൊസൈറ്റിയും പോലീസ് ഓഫീസറും പിന്നെ നമ്മുടെ മഞ്ചേശ്വരം MLA ഒക്കെ ആയിട്ട്. അതിൻ്റെ റിസൾട്ട് എന്തെന്നറിയില്ല, സക്സസ് ആയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇതിൻ്റെ വിവരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം, ഈ കുമ്പള ഭാഗത്തുള്ളവർ. എന്തായാലും ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കുമ്പള കഴിഞ്ഞ് 25 കിലോമീറ്ററിനുള്ളിലാണ് തലപ്പാടി ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ 60 കിലോമീറ്ററിനുള്ളിലാണ് ടോൾ പ്ലാസ നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുമ്പളയിൽ നിർമ്മാണം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ നിർമ്മാണം നിർത്തി വെച്ചിട്ടുണ്ട്.